പശ്ചിമ ബംഗാൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും ബംഗാളിൽ വികസനത്തിന്റെ ചിത്രങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ഒരു കാലത്ത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം മുഴുവനും ഗുണ്ടകളുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ UP ഉള്ളത്. UP എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഗുണ്ടകൾ അവിടെ കാലുകുത്താനായിട്ട് പേടിക്കും. അതേ അവസ്ഥയിലാണ് പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഒരു കർശനമായ നിലപാടെടുത്തിരിക്കുന്നത് ഗുണ്ടകളോടും അതോടൊപ്പം തന്നെ ആക്രമികളോടും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറല്ല. സർക്കാരിന്റെ ഭൂമി അനധികൃതമായി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെ നേരിട്ട് ഏൽപ്പിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ല. മറിച്ചാണെങ്കിൽ ബുൾഡോസർ അവിടെ ഇറങ്ങും എന്നൊരു നിർദ്ദേശം, കർശനമായ ഒരു നിർദ്ദേശം പശ്ചിമ ബംഗാളിലെ BJP സർക്കാരിന്റെ ഓരോ മന്ത്രിമാരും ഇപ്പോൾ പറയുകയാണ്. കൂടാതെ പശ്ചിമ ബംഗാൾ ഇപ്പോൾ ബുൾഡോസർ പ്രയോഗം വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. മമതയുടെ സമയത്തുണ്ടായിരുന്ന അനധികൃത കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ ഓരോന്നായി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ ഈ മുസ്ലിം പള്ളികളിലെ ഇമാൻമാർക്കും അതോടൊപ്പം തന്നെ പൂജാരിമാർക്കും ക്ഷേത്രങ്ങളിലേക്ക് പൂജാരിമാർക്കും നൽകി വന്നിരുന്ന പ്രതിമാസ സ്റ്റൈഫണ്ട് പദ്ധതികൾ നിർത്തലാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മതപരമായ അലവൻസുകൾക്ക് പകരം പൊതുപണം അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും എല്ലാ വിഭാഗങ്ങളിലെയും അർഹരായ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള സ്കോളർഷിപ്പ് നൽകാൻ ഈ ഫണ്ട് ഉപയോഗിക്കുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയിരിക്കുകയാണ്. BJP സർക്കാരിന്റെ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ നിർണായകമായ ഒരു തീരുമാനമുണ്ടായത്. മുമ്പ് മമതാ ബാനർജി സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി പ്രകാരം ഇമാമുമാർക്ക് 3000 രൂപയും പൂജാരിമാർക്ക് 2000 രൂപയുമാണ് പ്രതിമാസം നൽകിയിരുന്നത്. മാസാവസാനത്തോടെ ഈ പദ്ധതി ഔദ്യോഗികമായി പിൻവലിക്കുമെന്നും നഗരവികസന മന്ത്രി അഗ്നിമിത്ര പോൾ അറിയിച്ചിരിക്കുകയാണ്. മതാധിഷ്ഠിത ധനസഹായം നിർത്തലാക്കുന്നതിനോടൊപ്പം മറ്റ് ചില പ്രധാന ഭരണപരമായ മാറ്റങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. 2010-നും 2024-നും ഇടയിൽ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ പുതിയ സമുദായങ്ങളുടെ പട്ടിക റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഈ കാലയളവിൽ മമത സർക്കാരിന്റെ കാലത്ത് ചേർത്തവരിൽ വലിയൊരു പങ്ക് മുസ്ലിം സമുദായങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇതിനു പുറമെ മുൻ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്ന OBC ഉപവർഗീകരണ സംവിധാനവും പുതിയ സർക്കാർ പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ സ്ത്രീകൾക്കായി വൻ ക്ഷേമ പദ്ധതികളാണ് സുവേന്ദു അധികാരി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJPയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ അന്നപൂർണ യോജനയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതനുസരിച്ച് ജൂൺ 1 മുതൽ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം ലഭിക്കും. നിലവിൽ ലക്ഷ്മി ഭണ്ഡാർ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന സ്ത്രീകൾ സ്വയമേവ ഈ പുതിയ പദ്ധതിയുടെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ളവർക്കായി പ്രത്യേക ഓൺലൈൻ പോർട്ടൽ ആരംഭിക്കുമെന്നും പറയുന്നുണ്ട്. കൂടാതെ ജൂൺ 1 മുതൽ സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയും സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസ് 15 വർഷം പശ്ചിമ ബംഗാളിൽ ഭരിച്ചിരുന്ന സമയത്ത് സ്ത്രീകൾക്കോ അവിടുത്തെ ജനങ്ങൾക്കോ കിട്ടാത്ത എല്ലാവിധ ധനസഹായങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവിധ വികസനങ്ങളും എല്ലാ സൗജന്യ യാത്രകളും അതെല്ലാം തന്നെ സുവേന്ദു അധികാരി ഇപ്പോൾ അധികാരമേറ്റ് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ അധികാരമേറ്റ് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങൾക്ക് എത്രത്തോളം വികസനങ്ങൾ എത്തിക്കാൻ പറ്റുമോ അതെല്ലാം എത്തിക്കേണ്ട ഒരു നിർണായകമായ ഒരു നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കൂടാതെ ഒരു തരത്തിലുമുള്ള അതായത് മമതാ ബാനർജി മന്ത്രിയായിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ സകല അഴിമതികളും ഇപ്പോൾ ഓരോന്നായി എടുത്ത് അന്വേഷിക്കാനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അടക്കം മമതാ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.